ഇരിക്കുന്ന ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥരെ അഴിയടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിയടിക്കാനുള്ള പല പരിപാടികളും വിദേശത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്കറിയാം. അപ്പോ സത്യം വീണ്ടും പറയുന്നു, ഈ ഭൂമത്തെ 600 കോടി ജീവജാലങ്ങളും മനുഷ്യരും തിരിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് സത്യം എന്ന് ഇന്നല്ലെങ്കിൽ നാളെ ബോധ്യപ്പെടും. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൽ നിന്നും ചില കേസുകളുടെ കാര്യം ആണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. തീർച്ചയായിട്ടും അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. പറയാതിരിക്കാൻ കഴിയാത്ത സംഘടിതമായി ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലേവലിൽ കേരളത്തിൽ അങ്ങോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊലവിളി നടത്തിക്കൊണ്ട് ചാനലുകളിലൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിനാര് മറുപടി പറയും? മേലുദ്യോഗസ്ഥന്മാർ മറുപടി പറയും? ആർക്ക് പറയാൻ വേണ്ടി പറ്റും? ഞങ്ങൾ അച്ചടക്കമുള്ള സേനയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ അച്ചടക്കത്തിന്റെ അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അതേ പ്ലാറ്റ്ഫോമിൽ കയറി മറുപടി പറയാൻ നിയമപരമായിട്ട് അവകാശമില്ലാത്ത ഒരു വിഭാഗത്തെ കെട്ടിയിട്ടടിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. ഇതാണ് സത്യം. സത്യം ഇതാണ്. ഈ പറയുന്ന ഒരു പ്രത്യേകമായ കേസിൽ അത് നിലവിലുള്ള പ്രതികളല്ല അത് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഞാനാണോ ആദ്യം പറഞ്ഞത്? അല്ല, ഈ രാജ്യത്തെ ഹൈക്കോടതിയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അന്ന് ഈ പറയുന്ന സുഹൃത്തിന്റെ കുറ്റസമ്മത മൊഴി വന്നിട്ടുണ്ടായിട്ടില്ല. 12 വർഷങ്ങൾക്ക് മുന്നേ ഈ കേസ് CBIക്ക് അന്വേഷണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ വന്നപ്പോൾ ഹൈക്കോടതിയിലെ രാംകുമാർ എന്ന് പറയുന്ന ജഡ്ജ് ആദ്യമായിട്ട് പറഞ്ഞു ഇത് നിലവിലുള്ള പ്രതികളല്ല. ഈ പലപ്പോഴും ജുഡീഷ്യൽ ഓഫീസർമാർക്ക് ഒരു ദിവ്യ ദൃഷ്ടി നമുക്ക് തോന്നിപ്പോകാം. കാരണം അതിവിദഗ്ധമായിട്ട് ഇതിന്റെ പുറകിലെ സത്യം 12 വർഷം മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞു. രാംകുമാർ ജഡ്ജി പറഞ്ഞു 3 വ്യക്തികൾ ആ പ്രദേശത്തിൽ വളരെ മോശം ഭൂതകാലമുള്ള 3 വ്യക്തികൾ ആ പ്രദേശത്തുണ്ട് എന്നുള്ള ഒറ്റക്കാലം കൊണ്ട് പോലീസിന് കയ്യെത്താവുന്ന ദൂരത്ത് നിന്നും അവരെ പിടിച്ചാൽ പ്രതിയാക്കാൻ എളുപ്പത്തിൽ സാധിച്ചു. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവല്ല, അവരെ സ്പർശിക്കാനുള്ള തെളിവ് പോലും ഈ കേസിൽ ഫയൽ മുഴുവൻ തപ്പിയിട്ടും ഞങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ തീർന്നിട്ടില്ല. ആ കേസിൽ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊടുത്ത ആയുധങ്ങൾ ആ റിക്കവറി നടപടിയെ കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുള്ളത്? സംഭവം നടന്ന് 1 വർഷത്തിന് ശേഷം തയ്യാറാകുമ്പോൾ ഒരു തിയേറ്ററിന്റെ ഓപ്പൺ കോമ്പൗണ്ടിൽ നിന്ന് കുറെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇത് ഈ കേസിലെ പ്രതിവർദ്ധനത്തിന്റെ അടിസ്ഥാനത്തിൽ റിക്കവറി നടത്തുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾ കോടതിമാരല്ല. ആരാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട ഈ ഇവിടുത്തെ ഹൈക്കോടതിയാണ് പറയുന്നത്. ഈ ജഡ്ജ്മെന്റിനെതിരെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അപ്പീൽ വന്നു. അങ്ങനെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അപ്പീൽ വന്നപ്പോൾ ഈ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ച എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഡിവിഷൻ ബെഞ്ച്